IPL കാര്യങ്ങൾ പരിശോധിച്ചാലേ ഈ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഇന്ന് നിർണായകമായ മത്സരത്തിനിറങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും ഒരൊറ്റ ആളിലേക്ക് ചുരുങ്ങുകയാണ്, സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയിലേക്ക്. നമുക്ക് നോക്കാം, ഇത് ധോണിക്ക് അവസാന അംഗമോ? My last game that I played was in Ranchi. The ODI version, the last home game was at my hometown in Ranchi. So hopefully my last T20, it will be in Chennai. Whether it's next year or in 5 years' time, we don't really know. സീസണിൽ പരിക്കിനെ തുടർന്ന് ഒരു മത്സരം പോലും ഇതിഹാസ താരം ഇതുവരെ കളിച്ചിട്ടില്ല. എന്നാൽ 5 വർഷം മുൻപ് ധോണി പറഞ്ഞ വാക്കുകളാണ് ഇന്നിപ്പം ധോണിയുടെ അവസാന മത്സരമാണെന്ന് പറയാനുള്ള കാരണം. കിലാഫ് ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. കിലാഫെ, ഗുഡ് ഈവനിങ്. ഇപ്പം 2021 ചെന്നൈ ചാമ്പ്യൻ പട്ടം നേടിയപ്പോൾ ധോണി പറഞ്ഞ വാക്കുകളിൽ പറയുന്നത് തന്നെ കരിയറിലെ അവസാന ഹോം ഏകദിനം കളിച്ചത് റാഞ്ചിയിലാണ്. 2020 കരിയറിനോട് വിട പറയുന്നത് ചെന്നൈയിലായേക്കാം. അത് അടുത്ത വർഷമാകാം, അതല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷമാകാം എന്നാണ്. ഇപ്പം 5 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 19ാം സീസണിലെ ചെന്നൈയുടെ അവസാന ഹോം മത്സരമാണ്. ചെന്നൈ ആരാധകരെ സംബന്ധിച്ച് ഇത് കുറച്ച് സങ്കടവും വൈകാരികവും നിറഞ്ഞ വാക്കുകൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ, കിലാഫെ? തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ 2021 ചെന്നൈ ചാമ്പ്യൻ പട്ടം ഏറ്റെടുത്തതിന് ശേഷം, ചാമ്പ്യൻ പട്ടം നേടിയതിന് ശേഷമുള്ള ഒരു ഔദ്യോഗിക ഇവന്റിലായിരുന്നു ധോണിയുടെ ഈ വാചകങ്ങൾ. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2021 ശേഷം ഇപ്പോൾ 5 വർഷം പിന്നിട്ടിരിക്കുന്നു. ആ താരം പറഞ്ഞത് ഏകദിന മത്സരം, ഹോം മത്സരം, അതായത് അവസാന ഏകദിന ഹോം മത്സരം കളിച്ചത് റാഞ്ചിയിലായിരുന്നു. റാഞ്ചി ധോണിയുടെ ജന്മനാടാണ്. അതേപോലെ തന്നെ രണ്ടാമത് വീടായി കരുതുന്നത് ചെന്നൈ. ആ ചെന്നൈയിലായിരിക്കാം 2020യോട് വിട പറയുന്നത് എന്നായിരുന്നു ധോണിയുടെ വാക്കുകൾ. ഈ വാക്കുകൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ധോണി ഇന്ന് ഇറങ്ങുന്നത്. ഇന്ന് അവസാന മത്സരത്തിനാണ് ഹോം ഗ്രൗണ്ടിൽ ചെപ്പോക്കിൽ ചെന്നൈ ഇറങ്ങുന്നത്. ആ ഒരു മത്സരത്തോടു കൂടി ധോണി പടിയിറങ്ങും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ 278 മത്സരങ്ങളിൽ ഇറങ്ങിയ ധോണി IPL-ൽ 278 മത്സരങ്ങളിലാണ് കളിച്ചത്. ഇതിൽ 235 മത്സരങ്ങളിലും നായകനായിട്ടാണ് കളിച്ചത്. അതിൽ 2016-ലും 2017-ലും മാത്രമാണ് ധോണി ചെന്നൈയുടെ ഭാഗമല്ലാതിരുന്നത്. അത് വിലക്കിനെ തുടർന്ന് പോയപ്പോൾ പകരമെത്തിയ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ ആയിട്ടായിരുന്നു അന്ന് ധോണി ഉണ്ടായിരുന്നത്. ഒപ്പം പിന്നീട് 2018-ൽ ചെന്നൈ വീണ്ടും തിരിച്ചെത്തിയപ്പോൾ ചെന്നൈയുടെ നായകനായി തിരിച്ചു വരുന്നു. ഒപ്പം തന്നെ കിരീടവുമായി തിരിച്ചെത്തുന്നു. അങ്ങനെയൊക്കെ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടായിരുന്നു ചെന്നൈയുടെ തിരിച്ചുവരവുകളൊക്കെ. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2007-8 സീസൺ മുതൽ, അതായത് IPL-ന്റെ ആദ്യ സീസൺ മുതൽ തന്നെ ചെന്നൈയുടെ നിർണായക ഘടകമാണ് ധോണി എന്ന് പറയുന്നത്. ഇതുവരെയുള്ള ഏറ്റവും വലിയ ബിഡിങ്, അതായത് ആദ്യ സീസണിലെ ഏറ്റവും വലിയ ബിഡിങ് ധോണിക്കായിരുന്നു ആ ഒരു മത്സരം കാഴ്ചവെച്ചത്. ആ മത്സരത്തിനൊടുവിലാണ് ചെന്നൈയിലേക്ക് അന്നത്തെ ഇന്ത്യയുടെ നായകനായിട്ടുള്ള ധോണി എത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ IPL-ൽ പിന്നീട് ധോണിയുടെ സുവർണ്ണ കാലമായിരുന്നു. 5 IPL കിരീടങ്ങൾ, ഒപ്പം തന്നെ 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ. ഈ 7 കിരീടങ്ങളും ചെന്നൈക്കൊപ്പമാണ് ധോണി നേടിയതും എന്നത് ഒരു വലിയൊരു നേട്ടമാണ്. 235 മത്സരങ്ങളിൽ ധോണി നായകനായി എത്തി. ഒപ്പം ഏറ്റവും കൂടുതൽ തവണ പ്ലേ ഓഫിലും ഫൈനലിലും കളിച്ച നായകൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ധോണിക്കൊപ്പം തന്നെയുണ്ട്. ഒപ്പം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ വിക്കറ്റിന് പിന്നിലെത്തിയ താരം, അങ്ങനെയുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ധോണിക്കൊപ്പമുണ്ട്. നമ്മൾ ഇനി പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുവാണെങ്കിൽ ധോണിക്ക് നമുക്കറിയാവുന്ന സീസണിന്റെ തുടക്കത്തിൽ ഒരു കാഫ് ഇഞ്ചുറി ആവുന്നു. പിന്നീട് പരിശീലനത്തിലേക്ക് താരം എത്തുന്നു. എന്നാൽ പരിശീലനത്തിനിടെ ഉണ്ടാകുന്ന പരിക്ക് വീണ്ടും ഗുരുതരമാകുന്നു. ഈ പരിക്കിന് ശേഷം പിന്നീട് കോച്ചുകളൊക്കെ പറഞ്ഞത്, ബോളിംഗ് കോച്ചാകട്ടെ, ബാറ്റിംഗ് പരിശീലകനാകട്ടെ, ഫ്ലെമിംഗ് ആകട്ടെ, എല്ലാവരും പറഞ്ഞത് ധോണി ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. എന്തായാലും താരം ഉടൻ തന്നെ കളത്തിൽ എത്തുമെന്നാണ്. എന്തായാലും ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കിലാഫെ, നമ്മുടെ ചെന്നൈയുടെ തല ഇറങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.